ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാണിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ IQ13 ഒരു 1 month റിവ്യൂ പറയാനാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ പറയാൻ പോകുന്ന ഒരു പ്രാക്ടിക്കൽ യൂസേജ്, ഒരു നോർമൽ കോമൺ പേഴ്സൺ എങ്ങനെയാണ് റിവ്യൂ ചെയ്യുക അതേപോലെ ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് നമ്മുടെ വലിയ പ്ലാറ്റ്ഫോംമാർ പറയുന്ന പോലെ തന്നെ അത് അവർ ചിലപ്പോൾ പേഴ്സണായിട്ട് ഉപയോഗിച്ച പോലെ ഉണ്ടാവില്ല. ഞാൻ നോർമലി ഇതുപോലെ പറയാറില്ല. ഞാൻ നമ്മുടെ എല്ലാ വീഡിയോസും ഇതുപോലെ തന്നെ ചെയ്യാറ്. എന്താ പറയുക, ഭയങ്കര സിനിമ എടുക്കണ പോലെ ഒന്നും നമ്മൾ എടുക്കാറില്ല. നമ്മൾ നോർമൽ ഒരാൾ ഇങ്ങനെ നോർമൽ ഇപ്പോൾ സാധാരണക്കാർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫോൺ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക അഭിപ്രായം ചോദിച്ചാൽ എങ്ങനെയാണ് പറയുക, അതേപോലത്തെ സംഭവം നമ്മൾ പറയാൻ പോകുന്നിട്ടാ. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾ കണ്ടാൽ മതി. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് പ്രൊഫഷണൽ വീഡിയോസിൻ്റെ ഇതിലേക്ക് പോവാം. എന്നുവെച്ചാൽ അവരുടെ ഒരു പ്യൂർലി ബിസിനസ് പരമായിട്ടുള്ള സംഭവമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് മൾട്ടിപ്പിൾ പേഴ്സൺസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനത്തെ താല്പര്യമുള്ളവർക്ക് അങ്ങനത്തേക്ക് പോയി. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മളെല്ലാ മെസ്സേജിനും കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണ് എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സോഫ്റ്റ്വെയർ അടിച്ചാൽ ഫീൽഡൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 month ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ IQ13 എന്ന് പറയുന്ന IQ സീരീസ് എല്ലാ മോഡലും നമുക്ക് നോർമലി ആമസോൺ ആണ് ഇവരുടെ ഒഫീഷ്യൽ സെല്ലർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ആമസോൺ തന്നെ വാങ്ങിക്കാൻ നോക്കുക. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ചിലവർ ഈ ചെറിയ കടക്കാരൊക്കെ ഇത് വാങ്ങിച്ചിട്ട് അവർ റീസെൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാണ്ടിരിക്കാൻ നോക്കുക കേട്ടോ. മാക്സിമം എന്ന് വെച്ചാൽ വാറണ്ടി ഇഷ്യൂസ് കുറേ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൺ പ്ലസിൻ്റെ ഡിവൈസുകൾ എന്ന് വെച്ചാൽ വൺ പ്ലസിൻ്റെ ഒഫീഷ്യൽ സെല്ലർ എന്ന് പറയുന്നത് ക്രോമിയും റിലയൻസും ആണ്. അല്ലാത്ത കുറേ പേര് ഇത് കൂടെ ചെറിയ കടക്കാരൊക്കെ വിൽക്കുന്നുണ്ട്. അവർക്ക് വാറണ്ടി ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടി സൂക്ഷിക്കുക. ഫ്ലിപ്കാർട്ട് ഇതുപോലെ റീസെൻ്റ്ലി ഇങ്ങനെ വിട്ടിട്ട് കുറേ പേർക്ക് വാറണ്ടി സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ എന്താ വെച്ചാൽ കുറേ പേര് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക്. അതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കടക്കാർ OnePlus ഡിവൈസ് 13s ഇത്ര ഓഫറിൽ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് സ്പെസിഫൈ ചെയ്തൊന്നും മാത്രമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഞാൻ ആക്ച്വലി പോയിന്റ് വൈസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സുകളും അതുപോലെ തന്നെ ബാങ്ക് ലോൺസുകളൊക്കെ അപ്ലൈ ചെയ്യേണ്ടവർക്ക് നമുക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം. നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ നോക്കാനും പറ്റും, ക്രെഡിറ്റ് സ്കോർ നോക്കാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ എന്താ പറയുക ക്രെഡിറ്റ് കാർഡ്സ് ബാങ്ക് ലോൺസ് ഒക്കെ എലിജിബിൾ ആണെന്നും കാണിക്കട്ടെ. അപ്പോൾ അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് നോക്കാൻ മറക്കണ്ട കേട്ടോ. ഞാൻ സെപ്പറേറ്റ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകളുടെ ലിങ്ക് കൊടുക്കാത്ത അത് കാരണമാണ്. നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ പരിപാടികളൊക്കെ കിട്ടും. അതിൽ മോസ്റ്റ്ലി എല്ലാ ക്രെഡിറ്റ് കാർഡുകളുടെയും അതുപോലെ തന്നെ ബാങ്ക് ലോൺസുകളും NBFCകളുടെ എല്ലാത്തിനും നമ്മൾ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെയല്ല, നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ട്രൈ നോക്കാം. ജസ്റ്റ് നമ്മുടെ JMG.banksupport.in അടിച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തായാലും ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് പോകാം. ഡിസ്പ്ലേ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു റേഞ്ചിലത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ X2 FE ഡിസ്പ്ലേ എനിക്ക് സത്യം കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു ഈ സാധനം. എന്താ വെച്ചാൽ കുറച്ചുകൂടി പഞ്ചിനെസ്സും സംഭവമൊക്കെ കൂടുതൽ ആക്ച്വലി നമ്മുടെ IQ13 ഡിസ്പ്ലേനുണ്ട്. അത് മാത്രമല്ല, ഇത് ഫുള്ളി ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 144 Hz ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 2K പാനലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ബെറ്റർ ഒരു മീഡിയ കൺസ്പെക്ഷൻ ആയിക്കോട്ടെ, ഗെയിമിങ്ങിനായിക്കോട്ടെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം IQ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിൻ്റെ ഒരു സംഭവം കൂട്ടി കൊടുത്തിട്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പക്ഷേ മീഡിയ കൺസെപ്ഷൻ ആയിക്കോട്ടെ, നമ്മുടെ ലൗഡ് സ്പീക്കർ വോളിയം ആയിക്കോട്ടെ, എല്ലാം ഈ സാധനം കൂടുതൽ പറയുമ്പോൾ ഇതിനൊരു ഡബിൾ പ്രൈസ് വരുന്നുണ്ട് ഈ X200 Pro-നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഡബിൾ പ്രൈസ് വെച്ചൊരു കമ്പയർ ചെയ്യുന്നത് പറയാൻ കാരണം കേട്ടോ. ഇത് കുറേ വെച്ച് ചോദിക്കുന്നുണ്ട് ഈ X200 Pro-യിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ സൗണ്ട് വെക്കുന്നുണ്ട് പറയുന്നത്. അത് ആക്ച്വലി അതിൻ്റെ ക്യാമറയിലത്തെ OIS ആണ് കേട്ടോ. നമ്മുടെ ലെൻസ് കിടന്ന് ഇളകുന്നതാണ്. പ്രത്യേകിച്ച് ടെലിഫോട്ടോ ലെൻസിൻ്റെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം മനസ്സിലാവും വിചാരിക്കുന്നു. ടോപ്പ് നോച്ച് ഡിസ്പ്ലേ ഒന്നും പറയാനില്ല. HBM നമുക്ക് ഓൾമോസ്റ്റ് ഹൈ ബ്രൈറ്റ്നസ് മോഡ് എന്ന് പറയുന്ന സാധനം അതാണ് HBM. അത് നോക്കിയാൽ മതി. പീക്ക് ബ്രൈറ്റ്നസ് ഒന്നും നോക്കണ്ട. ജസ്റ്റ് ഇപ്പോൾ ഒരു ഉടായ്പ പരിപാടിയാണ് അതൊക്കെ. ഒരു 1500 nits ഒക്കെ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കൺഫർമേഷൻ. 6.82 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന പരിപാടി ആയിരിക്കും. പിന്നെ വൺ ഓഫ് ദ കിണ്ണങ്കാച്ച ഡിസ്പ്ലേ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാധനമാണത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ശരിക്കും ഇത് X200 Pro തന്നെയാണോ അതോ എന്താ പറയുക അതിനായിട്ടും വില കൂടിയ സാധനമാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു കിടിലൻ ഡിസ്പ്ലേ ആണ് ഇത്. ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസാണ് ഇതിനുള്ളിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെയും അത് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഈ കളറിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ്. അപ്പോൾ ഞാൻ കമ്പനി ട്രാൻസ്പെറൻറ്റ് കേസ് അറ്റക്കുന്നുണ്ടോ ഞാൻ ആദ്യം പറയാറുണ്ട് ഗോൾഡൻ സാൻഡിൻ്റെ ഒരു കേസ്. അത് വാങ്ങിക്കേണ്ട കേട്ടോ. അത് പെട്ടെന്ന് മഞ്ഞയാവുന്നുണ്ട്. ഞാൻ 2 ഉപയോഗിച്ച് നോക്കി, 2 പെട്ടെന്ന് മഞ്ഞയായിരുന്നു. അപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ X200 Pro-നൊന്നും കേസുകൾ ഭയങ്കര കുറവാണ്.
അപ്പോൾ ആകെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേസ് ഉണ്ടായിരുന്നു നമ്മുടെ ഗോൾഡൻ സാൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡായിരുന്നു. അത് ഭയങ്കരമായിട്ട് മഞ്ഞ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അന്ന് 2-3 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്നതാണ്. അത് ഞാൻ വാങ്ങിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് മഞ്ഞയാവുന്നുണ്ട്. അതിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മോഡൽ പോലും പെട്ടെന്ന് മഞ്ഞയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. പോരാത്തിന് നല്ല പ്രൈസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് പറഞ്ഞു മാത്രം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക അടുത്ത സംഭവത്തിലേക്ക് പോകാം. അത് നമുക്ക് എന്തായാലും ബാറ്ററി സെക്ഷനിലേക്കാണ്. 6000 mAh ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും അതുപോലെ തന്നെ ഇൻബിൽഡായിട്ട് ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ കിട്ടുന്ന ചാർജർ കിടിലൻ സാധനം ഉണ്ടാകും. നമുക്ക് എല്ലാ ചാർജിങ് ടെക്നോളജിയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടിലൻ ചാർജറാണ്. അത് നമ്മൾ ഓഫ്ലൈൻ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ 4000 രൂപയുടെ അടുത്ത് വരും. നിങ്ങൾക്ക് ലാപ്ടോപ്പ് ചാർജ് ചെയ്യാം, OnePlus ഡിവൈസ് ചാർജ് ചെയ്യാം, വിവോയുടെ ചാർജ് ചെയ്യാം, ഒപ്പോ ചാർജ് ചെയ്യാം, എല്ലാ സാധനവും സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. കിടിലൻ സാധനമാണിത്. ബാറ്ററി ബാക്കപ്പും എനിക്ക് സുഖമായിട്ട് ഒന്നര ദിവസം സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഒരു നോർമലി ഒരു 11 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം സുഖമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. 1 മണിക്കൂറിൻ്റെ താഴെ മതി ഫുൾ ചാർജ് ആവാൻ. ഒരു ഇഷ്യൂസും കാര്യങ്ങളും വരുന്നില്ല. ബിൽഡ് ക്വാളിറ്റി വൈസ് ആയാലും പറയുമ്പോൾ ഗ്ലാസ് സാൻഡ്വിച്ച് ആണെങ്കിലും ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്നു കേട്ടോ. പറയുമ്പോൾ 120 ഗ്രാം സംതിങ് റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് 150 വാട്ട് 170 വാട്ടല്ല ഗ്രാമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാധനമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിൻ്റെ മെയിനായിട്ട് ആ പ്രശ്നം നമ്മുടെ ക്യാമറ മോഡ്യൂളാണ്. പിന്നെ നമ്മുടെ OnePlus ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും OnePlus പിന്നെയും വെയിറ്റ് കുറവാണ്. പക്ഷേ ഇത് തീരെ തോന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അലുമിനിയം ബിൽഡാണ്. ഷോർട്ട് സെൻസേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്ഷൻ അവർ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിലായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു സ്ക്രാച്ചോ സംഭവമൊന്നും ഇല്ല കേട്ടോ. കണ്ടു നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇത് ഗ്രീൻ കളർ മോഡലാണ്, പുതിയ എഡിഷനാണ് അവരുടെ. ഇത് ലേറ്റസ്റ്റ് ഇറങ്ങിയതാണ്. ഇതിൽ നമുക്ക് ആ സ്ക്രീൻ ഗ്യാപ്പ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് സർവീസാണ്. വിവോയുടെ സെയിം സർവീസ് തന്നെയാണ്. IQ ടോപ്പ് നോച്ച് സർവീസാണ്. IQവിൻ്റെ 13 സീരീസ് ആയിക്കോട്ടെ, ആ സീരീസുകൾക്ക് നമുക്ക് വരെ പ്രീമിയം സർവീസ് കിട്ടും. അതായത് നമ്മുടെ വിവോൻ്റെ X സീരീസ് വരുന്ന ഫോണുകളില്ലേ, അതേ സെയിം സർവീസ് നമുക്ക് ഈ 13 സീരീസിനും 12 സീരീസിനും 11 സീരീസിനൊക്കെ കിട്ടും. പിന്നെ വരുന്നത് സോഫ്റ്റ്വെയർ AI ആണ്. സെയിം ആണ്, നമ്മുടെ ഫൺ ടച്ച് OS തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല. ഈ X200 Proയിൽ വരുന്ന അതേ പരിപാടി തന്നെ. അവർ ബെറ്ററാക്കി വരുന്നുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നുമില്ല, മെയിനായിട്ടുള്ള സംഭവമൊന്നുമില്ല. ചില സമയത്ത് ജെറ്ററും ലാഗുകളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചില സമയത്ത് സ്റ്റക്ക്. പക്ഷേ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ അവർ കുറേ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓഗസ്റ്റിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ മാസവും കറക്റ്റായിട്ട് അപ്ഡേറ്റ് വരുന്നുണ്ട്. അത് വേറെ കാര്യം. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഒരു ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് പറയാം. എന്ന് വെച്ചാൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റിൽ നമുക്ക് ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കുറേ അപ്ഡേറ്റുകളൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സാമ്പിൾസൊക്കെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്യാമറയാണ്. ആകെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഓൾമോസ്റ്റ് ഒരു നാച്ചുറൽ കളറാണ് നമ്മുടെ റിയർ ക്യാമറയിൽ വരുന്നത് കേട്ടോ. റിയൽ ക്യാമറയിലത്തെ ഒരു കളർ സൈൻസ് നോക്കി കഴിഞ്ഞാൽ നാച്ചുറൽ കളറായിട്ടുള്ള മോഡാണ് വരുന്നത്. അത്രയാണ് ഒരു പറയാനുള്ളൂ. ബാക്കി ക്യാമറ ക്വാളിറ്റി കിടലാണ് കേട്ടോ. പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 888 ആണ്. അതും പോരാണ്ട് X2 എന്ന് പറഞ്ഞൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പ് ഒരു വെച്ചിട്ടുണ്ട്. ഗെയിമിങ്ങിനൊന്നും ഒരു പ്രശ്നമില്ല. നല്ല സൂപ്പറായിട്ടുള്ള FPS കാര്യങ്ങളൊക്കെ എല്ലാ ഗെയിമിനും കിട്ടുന്നുണ്ട്. ഹീറ്റിങ്ങും സംഭവമൊന്നും നമ്മൾ ഇതുവരെയായിട്ട് നോട്ടീസ് ചെയ്തിട്ടില്ല. പറയുമ്പോൾ ഞാൻ പുറത്ത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്യാമറ ലോങ് ടൈം യൂസ് ചെയ്താലും വാം മാത്രമേ ഉള്ളൂ, ഹീറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതും ടോപ്പ് നോച്ചാണ്. കോൾ ക്വാളിറ്റി പറയുകയാണെങ്കിലും ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിപ്പോൾ ഇതിൽ BSNL സിം അടയ്ക്കുന്നത് റേഞ്ച് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. വൈഫൈ ആക്കോട്ടെ ഒരു റേഞ്ച് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. നല്ലപോലെ റേഞ്ച് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ OnePlus 13s കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിൽ റേഞ്ച് ഇഷ്യൂ ചെറുതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന മോഡം OnePlusൻ്റെ ആയിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. സ്നാപ്ഡ്രാഗൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ വരുന്നത് സ്പീക്കറിൻ്റെ വോളിയാണ്. അത്യാവശ്യം നല്ല വോളിയം തന്നെ വരുന്നുണ്ട്. നമ്മുടെ X200 Pro ആയിക്കോട്ടെ, X200 ആയിക്കോട്ടെ, X200 FE ആയിക്കോട്ടെ, അതിനെക്കാട്ടൊക്കെ നല്ല സ്പീക്കർ വോളിയം ഈ സാധനത്തിനുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്പീക്കർ വോളിയം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ വോളിയല്ല. നമ്മുടെ ഈ ലൗഡ് സ്പീക്കർ വരില്ലേ, നമ്മുടെ സ്റ്റീരിയോ സ്പീക്കർ. ഇപ്പോൾ നമ്മൾ ലൗഡ് സ്പീക്കർ ഇട്ടാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോ കാണുമ്പോഴുള്ള സ്പീഡ് അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴുള്ള സ്പീക്കർ വോളിയം അതാണ് പറയുന്നത് കേട്ടോ. പിന്നെ ക്യാമറയാണ്. ക്യാമറയും എനിക്ക് 50 മെഗാപിക്സലിലെ 3 സെൻസറാണ് വരുന്നത്. പിന്നെ ഇതിൽ ഒരു മോൺസ്റ്റർ ഹലോ എന്നൊരു ലൈറ്റൊക്കെ വരുന്നുണ്ട് ഇവിടെ. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അത് അത്യാവശ്യം നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ ഫുൾ ടൈം ഓണാക്കി വെക്കാനുള്ള പരിപാടിക്ക് ഉണ്ടായില്ല. പക്ഷെ അതും നല്ല അത്യാവശ്യം നല്ല ലുക്ക് തരുന്നൊരു സംഭവമാണ് കേട്ടോ. ക്യാമറ ആയിക്കോട്ടെ നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ക്യാമറ സാമ്പിൾസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നതാണ്. അല്ലാത്ത ടൈമിൽ ഷൂട്ട് ചെയ്തേക്കുന്നതും ഞാൻ കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി വരുന്നുണ്ട്, നല്ല ഡീറ്റെയിൽസ് വരുന്നുണ്ട്. കളർ സെൻസ് ഞാൻ പറഞ്ഞല്ലോ, നാച്ചുറൽ കളറാണ് നോർമലി വരുന്നത്. ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ നല്ല അത്യാവശ്യം നല്ല സെൻസർ തന്നെയാണ് കേട്ടോ. ഒരു ഇഷ്യൂസും കാണുന്നില്ല. എന്ന് വെച്ചാൽ ക്യാമറ നോർമലി നിങ്ങൾ കേട്ടോ IQ 12നോ 11നോ ഒക്കെ അവർ അപ്ഡേറ്റിന് ശേഷം ക്യാമറ പെർഫോമൻസ് ഡൗൺ ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ IQ 13 ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റിൽ അവർ ക്യാമറ പെർഫോമൻസ് ഇമ്പ്രൂവ് ആണ് ചെയ്തേക്കുന്നത്. അതാണ് ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം. ഞാൻ നേരത്തെ കാണിച്ചില്ല, അതിൽ ക്യാമറ പെർഫോമൻസും വീഡിയോ പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യാനുള്ള അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ മെയിൻ പറയാൻ കാരണം കേട്ടോ. പിന്നെ പ്രൈസിംഗ് ആണ്. 55,000 രൂപയാണ് സ്റ്റാർട്ടിങ്. 12 GB 256 GB വേരിയൻറ്റ്. ഓൾട്ടർനേറ്റീവ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനായിട്ടും ഈ ഇത്രയും പോകുന്ന സൈസിൽ വരുന്നൊരു ഓൾട്ടർനേറ്റീവ് പറയാനുള്ളത് Xiaomi 50. അതും ഇത്ര ഇല്ല.
അപ്പോൾ ഇത്രയും ഇത് 6.8 ഇഞ്ചിൻ്റെ അപ്പോൾ വലുതാണ്. അപ്പോൾ ആ ഒരു സൈസിൽ നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ OnePlus 13s, പിന്നെ X2 FE, പിന്നെ Xiaomi 15, അതൊക്കെ പക്ഷേ കോമ്പാക്റ്റാണ്. അപ്പോൾ ഈ റേഞ്ചിൽ ഇത്രയും വലിയൊരു ഡിവൈസ് ഇത്രയും സ്പെക്സ് ആയിട്ട് വരുന്നൊരു ഹൈ എൻഡ് സ്പെക്സാണ്. ഇത് നമ്മുടെ 80,000-900 രൂപയുടെ വരുന്ന ഒരു സ്പെക്സാണ് ഈ സാധനത്തിൽ ഒരു കൊള്ളിച്ചേക്കുന്നത്, ഇൻക്ലൂഡിങ് ക്യാമറ, സെൻസർ അടക്കം. സെൻസറൊക്കെ നല്ല കിടിലൻ സെൻസറാണ്, ലേറ്റസ്റ്റ് സാധനമാണ്, ഹൈ എൻഡ് ഹൈ ക്വാളിറ്റി സാധനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു കോണ് പോലും എനിക്കിതിൽ പറയാനില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ X200 Pro'യിൽ ചോദിച്ചാൽ പോലും ഞാൻ ഈ കോണൊക്കെ പറഞ്ഞു തന്നു റിവ്യൂവിൽ. പക്ഷേ ഇതിൽ ഞാൻ ഇത്രയും ദിവസമായിട്ട് എനിക്ക് വലിയൊരു കോണും കാരണമൊന്നും പറയാനില്ല. കമ്പയർ ടു ദ പ്രൈസ്, ഹീറ്റിങ്ങോ ഇല്ല, എല്ലാം കിടലിനാണ്, വേറെ ഇഷ്യൂസ് സംഭവമൊന്നും ഇല്ല. ഇത്രയും കാലം ഫേസ് ചെയ്തതിൽ അപ്ഡേറ്റ് വന്നാലും ഇമ്പ്രൂവ് ആയിട്ടുള്ളൂ, അപ്പോൾ ഡൗൺഗ്രേഡും കാര്യമൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. നിങ്ങളൊരു ഹൈ പെർഫോമൻസ്, ഒരു ഓവറോൾ ഒരു വലിയ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാം IQ13 കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കൗണ്ടർ പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. ഞാൻ സ്മാർട്ട് ഫോൺ അടിച്ചിട്ട് ഫീൽഡൊക്കെ വർക്കത്തുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, കമൻറ്റും ചെയ്യാം. നമ്മളെല്ലാ കമൻറ്റും റിപ്പോർട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അടുത്ത കാണാം.